നിലവിലെ സാഹചര്യത്തിൽ അതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യമാണ്. ഇതൊരു KPCC ആണ് പരിപാടി സംഘടിപ്പിക്കുന്നതെങ്കിലും ഒരു സാംസ്കാരിക പരിപാടിയാണ്. ശ്രീനാരായണ ഗുരുവിനെ മഹാത്മാഗാന്ധി നേരിട്ട് ശിവഗിരിയിലെത്തി സന്ദർശിച്ചതിൻ്റെ ശതാബ്ദി ആഘോഷ പരിപാടിയാണ്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടി KPCC നടത്തുന്നു. സാംസ്കാരിക പരിപാടികളാണ്, സെമിനാറുകളും ചർച്ചകളും അടക്കമുള്ള വലിയ പരിപാടികളാണ് KPCC ആസൂത്രണം ചെയ്തത്. അതിൻ്റെ ഉദ്ഘാടനമാണ് നാളെ വൈകിട്ട് 4:30 തലസ്ഥാനത്ത് നടക്കുന്നത്. അത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ആ ചടങ്ങിൽ CPM-ൻ്റെയും CPI-യുടെയും നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. അതിൽ CPM പ്രതിനിധിയായി എത്തുന്നത് G സുധാകരനും CPI പ്രതിനിധിയായി എത്തുന്നത് C ദിവാകരനുമാണ്. രണ്ടുപേരും രണ്ട് പാർട്ടികളിലെയും വിമതന്മാരാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും മുൻ KPCC അധ്യക്ഷൻ VM സുധീരനും പങ്കെടുക്കുന്നുണ്ട്. VM സുധീരനാണ് പരിപാടിയുടെ അധ്യക്ഷൻ. അങ്ങനെ പ്രൊഫസർ ബാലചന്ദ്രൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ സാംസ്കാരിക നേതാക്കളൊക്കെ പരിപാടിയിൽ പങ്കെടുക്കുന്നു. ആ പരിപാടിയിൽ നിലവിലെ സാഹചര്യത്തിൽ CPM-ന് അകത്ത് ഒരു വിമത പരിവേഷമുള്ള G സുധാകരൻ്റെ പങ്കാളിത്തം ശ്രദ്ധേയമാണ്. മാത്രവുമല്ല, ആ പരിപാടിയിൽ G സുധാകരൻ നടന്ന പ്രസംഗമാണ് ഏറ്റവും ശ്രദ്ധേയമാവുക. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സുധാകരൻ്റെ പ്രതികരണങ്ങൾ വലിയ രീതിയിൽ CPM-ന് തന്നെ പ്രതിരോധമാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് നാളെ വൈകിട്ട് 4:30 പ്രതിപക്ഷ നേതാവ് VD സതീശനും കോൺഗ്രസ് നേതാക്കൾക്കുമൊപ്പം G സുധാകരൻ എത്തുമ്പോൾ G സുധാകരൻ്റെ പ്രസംഗമാണ് ഏറ്റവും കൗതുകത്തോടെ കാത്തിരിക്കുന്നത്. അരുൺകുമാർ. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട കാര്യം. പ്രതിപക്ഷ നേതാവും ഒപ്പം G സുധാകരനും ഒരേ വേദിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.